ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാർഷൻ ടീച്ചറിൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ആക്ടിവിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. കൂട്ടുകാർക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സസ് അവൈലബിൾ ആവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് എക്സാമിന് ശേഷവും വീക്കിലി 3 ക്ലാസ് നിങ്ങളുടെ സിലബസ് ബേസ്ഡായിട്ട് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ട്യൂഷനെ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. കോൺവെർസേഷനാണ് ആദ്യത്തെ ആക്ടിവിറ്റി. Kabita reached home after school. Her mother was waiting for her. Kabita shared her joyful experiences at school with her mother. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മുടെ കവിത എവിടെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു? സ്കൂളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവളുടെ അമ്മ അവളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കവിത എന്ത് ചെയ്തു? കവിത ഷെയർഡ് ഹെർ ജോയ്ഫുൾ എക്സ്പീരിയൻസസ് അറ്റ് സ്കൂൾ. അതായത് അവൾക്ക് സ്കൂളിൽ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നില്ലായിരുന്നോ? എന്തായിരുന്നു? ഓർക്കുന്നില്ലേ മക്കൾ? ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ട കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വേഗം അറിയായിരിക്കും അല്ലേ എന്തായിരുന്നു നമ്മുടെ കവിതയ്ക്കും അതുപോലെ തന്നെ നവീനും അവളുടെ ഫ്രണ്ട്സിനൊക്കെ എന്തായിരുന്നു? അവരുടെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായപ്പം അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സന്തോഷമാണ് അവൾ നമ്മുടെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ അമ്മയും അതുപോലെ തന്നെ കവിതയും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് കോൺവെർസേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യം കവിത എന്ത് പറയാണ്? മം ടുഡേ ഐ ആം സോ ഹാപ്പി. മം ടുഡേ ഐ ആം സോ ഹാപ്പി എന്ന് കവിത പറഞ്ഞു അല്ലേ. അപ്പം അടുത്തത് ആരുടെ ഡയലോഗാണ്? മമ്മിൻ്റെ ഡയലോഗാണ് അല്ലേ. റിയലി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മക്കൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം കേട്ടോ. പിന്നെ കവിതയുടെ ഒരു ഡയലോഗ് തന്നിട്ടുണ്ട്. വി വോൺ ഇൻ ദി സ്കൂൾ ഫെസ്റ്റിവൽ അല്ലേ. വി വോൺ ഇൻ ദി സ്കൂൾ ഫെസ്റ്റിവൽ എന്നാണ് തന്നിട്ടുള്ളത്. ദെൻ പിന്നെ അടുത്തത് എന്താണ് മം പറയുന്നത്? ഹോ ഇറ്റ്സ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടീച്ചർ ഇതാ ഇവിടെ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് എഴുതാവുന്നതാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കിക്കേ, കവിത മം ടുഡേ ഐ ആം സോ ഹാപ്പി. മം റിയലി വാട്ട് ഹാപ്പൻഡ്? കവിത we won in the school festival. Mom, oh great, I am proud of you. Kavita, yes mom, everybody liked our garden. Mom, that's wonderful dear. അപ്പം ഇതേ രീതിയിൽ മക്കൾക്ക് ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കുക. കോൺവെർസേഷൻ എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം അധികം എഴുതാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇതേ രീതിയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം മക്കൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. സീക്വൻസ് ദി ഇവൻറ്റ്സ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. റീഡ് ദി സെൻറ്റൻസസ് റിലേറ്റഡ് ടു ദി ഇവൻറ്റ്സ്. നോക്കിക്കേ മക്കളെ, നമുക്ക് താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആ പിക്ചേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത് ആ ഇവൻറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പ്രോപ്പർ ഓർഡറിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ പിക്ചേഴ്സ്. ഓക്കെ, നമുക്ക് ആദ്യം സെൻറ്റൻസ് എന്താണെന്ന് വായിക്കാം. സഡൻലി ദി ബേബി മങ്കി ഈസ് സ്ലിപ്പഡ് ഫ്രം ദി ട്രീ. സഡൻലി ദി ബേബി മങ്കി സ്ലിപ്പഡ് ഫ്രം ദി ട്രീ അല്ലേ. നമ്മുടെ ബേബി മങ്കി എവിടെ നിന്ന് സ്ലിപ്പായി വീണു? മരത്തിൻ്റെ മുകളിൽ നിന്ന് സ്ലിപ്പായി അല്ലേ. ടീച്ചർ ഹാൻഡഡ് ദി ബേബി മങ്കി ടു ദി വാച്ച്മാൻ. ടീച്ചർ ഹാൻഡഡ് ദി ബേബി മങ്കി ടു ദി വാച്ച്മാൻ. അതാണ് നമുക്ക് സെക്കൻഡ് പിക്ചർ തന്നിട്ടുള്ളത്. തേർഡ് പിക്ചർ നോക്കിക്കേ. അനുപമ ടീച്ചർ ടുക്ക് ദി ബേബി മങ്കി. അനുപമ ടീച്ചർ എന്ത് ചെയ്തു? ബേബി മങ്കിയെ എടുത്തു അല്ലേ. അടുത്ത പിക്ചർ നോക്കിക്കേ. ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ദി ബേബി മങ്കി. ചിൽഡ്രൻസ് എന്ത് ചെയ്തു? ബേബി മങ്കിയെ നോക്കിയിട്ട് ചിരിച്ചു അല്ലേ. ചിൽഡ്രൻ ഹറിഡ് ടു ഗെറ്റ് ഇൻ ദി ടൂർ ബസ് ടു വിസിറ്റ് ദി സൂ. അടുത്ത നോക്കിക്കേ. അറ്റ് ദി സൂ എ ബേബി മങ്കി വാസ് സിറ്റിംഗ്
ഓൺ ദി ടോപ്പ് ഓഫ് എ ട്രീ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇവൻറ്റ്സ്. അപ്പം ഈ ഇവൻറ്റ്സ് എന്താക്കണം, പ്രോപ്പർ ഓർഡറിൽ എഴുതണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് വൺ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ചിൽഡ്രൻ ഹറീഡ് ടു ഗെറ്റ് ഇൻ ദി ടൂർ ബസ് ടു വിസിറ്റ് ദി സൂ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഇവൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ഇവൻറ്റ്സ് ഏതാണ് വരിക? ഏതാണ് കറക്റ്റ് മിസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ് സെക്കൻഡ് ഇവൻറ്റ് വരിക? അറ്റ് ദി സൂ എ ബേബി മങ്കി വാസ് സിറ്റിംഗ് ഓൺ ദി ടോപ്പ് ഓഫ് എ ട്രീ അല്ലേ. ആ സൂവിൽ ഒരു ബേബി മങ്കി എവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു? ഓൺ ദി ടോപ്പ് ഓഫ് എ ട്രീ, ഒരു ട്രീയുടെ ടോപ്പിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ. നെക്സ്റ്റ് വൺ ഏതാണ്? സഡൻലി ദി ബേബി മങ്കി സ്ലിപ്പഡ് ഫ്രം ദി ട്രീ. സഡൻലി ദി ബേബി മങ്കി സ്ലിപ്പഡ് ഫ്രം ദി ട്രീ അല്ലേ. ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ബേബി മങ്കി എന്തോ സ്ലിപ്പായി പോയി അല്ലേ. ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ദി ബേബി മങ്കി. അടുത്തത് ഏതാണ്? ചിൽഡ്രൻ ലാഫ്ഡ് അറ്റ് ദി ബേബി മങ്കി. നെക്സ്റ്റ് വൺ ഏതാണ് വരുന്നത്? അനുപമ ടീച്ചർ ടുക്ക് ദി ബേബി മങ്കി അല്ലേ. അനുപമ ടീച്ചർ ടുക്ക് ദി ബേബി മങ്കി. ലാസ്റ്റ് വൺ എന്താണ്? ദ ടീച്ചർ ഹാൻഡഡ് ദി ബേബി മങ്കി ടു ദി വാച്ച്മാൻ. ടീച്ചർ ആർക്ക് ഹാൻഡിൽ ചെയ്തു? ആർക്ക് കൊടുത്തു? വാച്ച്മാന് ഹാൻഡ് ഓവർ ചെയ്തു അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഇവൻറ്റ്സ് പ്രോപ്പർ ഓർഡറിൽ എഴുതേണ്ടത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്കിവിടെ ഇവൻറ്റ്സ് ഒക്കെ ഓൾറെഡി തന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് ഏതാണെന്ന് ഓർഡർ കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് നോക്കി എഴുതാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കൂട്ടുകാരോട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്ന എല്ലാ മക്കളും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. Description. In the evening, the tour team reached the seashore. They saw many beautiful things there. Look at the picture. Write a description about the seashore. എന്താണ് മക്കളെ? വൈകുന്നേരം ഇപ്പം നമ്മുടെ ടൂറിൻ്റെ ടീം എവിടെ എത്തിയിട്ടുണ്ട്? കടൽ തീരത്ത് എത്തിയിട്ടുണ്ട് അല്ലേ. അവിടെ അവർ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അതൊക്കെയാണ് നമുക്കിവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. അപ്പം ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ കളിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കാണുന്നുണ്ട്? എന്താണ്? കടലിൽ ബോട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ക്രാബ് ഉണ്ട്. പിന്നെ ഒരുപാട് മരങ്ങൾ കാണുന്നുണ്ട്, സണ്ണ് കാണുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണുന്നില്ലേ. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് വേണം മക്കൾ എന്ത് ചെയ്യാനായിട്ട്? ഡിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ടീച്ചർ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതുക കേട്ടോ. നോക്കിക്കേ, വി വെന്റ് ടു ദി സീഷോർ ഇൻ ദി ഈവനിങ്. ദ സൺ വാസ് ഷൈനിങ് ബ്രൈറ്റ്ലി ഇൻ ദി സ്കൈ. There were boats sailing in the sea. We saw many birds flying above. Children were playing with a ball and toys. A big sandcastle was made on the beach. We enjoyed the cool breeze and the waves അല്ലേ. അപ്പം ഇതേ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു പിക്ചറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ്. വീണ്ടും നമുക്ക് അവിടെ എന്തുണ്ട്? ഒരു സണ്ണുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാം അല്ലേ. അവിടെ സണ്ണുണ്ട്, അതുപോലെ തന്നെ ട്രീസ് കാണുന്നില്ലേ. ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.